ഇവിടെ കാണാൻ വലിയ നടന്നത് തിരിച്ചിറങ്ങാൻ എന്തോ പാടായിരിക്കും എന്നറിയോ. നമസ്കാരം എല്ലാവർക്കും, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മളൊരു റൈഡ് പോവാണ്. നാളെ എന്താണെങ്കിലും 144 പ്രഖ്യാപിച്ചില്ലേ, അപ്പോൾ അതിന് മുന്നേ ഒരു റൈഡ് പോകുന്ന വിചാരിച്ചു. അത് നമുക്ക് റൈഡ് പാർട്ട്നേഴ്സിനെല്ലാം പരിചയപ്പെടാം. നമ്മളിപ്പം അതുപോലെ മുതവഴി ക്ഷേത്ര ജംഗ്ഷൻ്റെ അവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. നമ്മുടെ റൈഡ് നന്ദുവാണ്. അപ്പോൾ ബാക്കി നമ്മുടെ റൈഡേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഏകദേശം 5 മണിയാണ്. നമ്മൾ 5 മണിക്ക് പോകുന്നത് വിചാരിച്ചത്. ഇപ്പോൾ 5 മണി കഴിഞ്ഞിട്ടുണ്ട്. യാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് മുതടി അമ്പലത്തിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് 3-4 സൈറ്റാണ്. അപ്പം പോകുന്ന വഴി ഇതൊക്കെ പറയാം. ഓക്കെ, നമ്മൾ ഗോവിന്ദുണ്ട്, ചക്രുണ്ട്, നന്ദുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര പോകാം. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലം, ആദ്യമായിട്ട് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ഇരവിഴപ്പൂഞ്ചിറ, കോട്ടയം ജില്ലയിലെ ഇരവിഴപ്പൂഞ്ചിറയിലേക്കാണ് നമ്മുടെ യാത്ര. നമ്മളിപ്പം പാലാ ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ നമ്മൾ മേലുകാവിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ഇരവിഴപ്പൂഞ്ചിറ. നമ്മളങ്ങനെ മേലുകാവ് പഞ്ചായത്തിൻ്റെ അതിർത്തിയിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 9 കിലോമീറ്ററൂടെ പോയാലേ നമുക്ക് ഇരവിഴപ്പൂഞ്ചിറയിലെത്താൻ സാധിക്കും. ഇത് മേലുകാവ് മറ്റം ജംഗ്ഷൻ. യാദൃച്ഛികമായി കണ്ടുപിടിച്ച അതിഥി. നമ്മൾ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നതാണ്. തണുപ്പ് അടിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പാണ്. പിന്നെ ചൂടുണ്ടോ? സ്ഥലമൊന്നും അറിയില്ല, പക്ഷെ കിടില സ്ഥലമാണ്. കിടിലം അടിപൊളി സ്ഥലം. ഇപ്പം നമ്മൾ മേലുകാവ് ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 6 കിലോമീറ്ററോളം ഉണ്ട് ഇരവിഴപ്പൂഞ്ചിറയുടെ വ്യൂ പോയിന്റിലേക്ക്. ഇരവിഴപ്പൂഞ്ചിറയുടെ വ്യൂ പോയിന്റിലേക്കുള്ള റോഡാണിത്. ഈ റോഡ് കണ്ടാലേ അറിയാം, എന്തോ മലവെള്ളപ്പാച്ചിലൊക്കെ പോയ ഒരു ഫീലാണ്. റോഡ് അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. ഇത് ഇപ്പം തന്നെ നമുക്ക് തോന്നുന്നത് ഇത് നല്ലൊരു ഓഫ് റോഡ് ഫീല് കിട്ടും എന്നാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ ആദ്യമായിട്ട് വരിക, ഏതായാലും പോയി നോക്കാം നമുക്ക്. നമ്മുടെ ഈ റോഡിൻ്റെ സ്വഭാവം ആകെ മാറിയിരിക്കുകയാണ്. ടാറ് ചെയ്ത റോഡൊന്നുമല്ല, ടാറൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. നമ്മളൊരു മീൻ വണ്ടിയൊക്കെ കാണുന്നുണ്ട്. അവരെങ്ങനെ ഇവിടെ എത്തി എന്നറിഞ്ഞൂടാ. റോഡ് പക്ക ഒരു ഓഫ് റോഡ് ഫീല് തന്നെയാണിത്. മൊത്തം കുന്നും കയറ്റവും ഇറക്കമായിട്ടുള്ളൊരു റോഡാണ്.
മാടം വഴി ചെയ്ത് ഈ 2 കിലോമീറ്റർ ഉണ്ടെന്ന് തിരിച്ചിറങ്ങണമെങ്കിൽ എന്തോ പാടായിരിക്കും കേറുന്ന എങ്ങനെയെങ്കിലും ചേട്ടൻ ഇങ്ങോട്ട് വരുമല്ലേ ചേട്ടൻ ഇങ്ങോട്ട് വരുമല്ലേ നമ്മൾ ഈ ഓഫ് റോഡെന്ന് വിചാരിച്ചപ്പോൾ ഇത്രയും കഠിനമായ റോഡാണ് പ്രതീക്ഷിച്ചില്ല. വണ്ടിയൊക്കെ കയറി വരെ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാമോ? നമ്മുടെ ചിന്തകൾക്കെല്ലാം അതീതമായി നടക്കുന്ന നമ്മളിപ്പം ഇലവിഴ പൂഞ്ചിറ എത്താറായിരിക്കുകയാണ്. അപ്പം ഇവിടുന്ന് ഈ വഴി ഇങ്ങനെ വേണം കയറിപ്പോവാൻ. ചെന്ന് കഴിയുമ്പം ആ ഭാഗത്തിലൊക്കെ ചെല്ലണേ. ഈ വഴി പോകുന്നത് മുനിയറ ഒക്കെ സ്ഥലമാണ്. അവിടെയൊക്കെ മുനിയറ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഒക്കുവാണെങ്കിൽ വന്ന് നോക്കാം. അപ്പം ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഭയങ്കര ഭീകരമാണ്. ഞങ്ങളിപ്പം നടന്നു പോകണോ വണ്ടിയെ പോകണമെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ആയിട്ടോണ്ടിരിക്കുക. അല്ലേ, എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. വയ്യ, തീരെ വയ്യ. മുനിയറയിലേക്ക് പോകുന്ന വഴിയാണിത്. അന്നേരം അവിടെ നിന്ന് കേട്ടാൽ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൗണ്ട് കേൾക്കാം. അത് നോക്കി ഞങ്ങൾ വന്നതാണ്. നോക്കിയപ്പോൾ ചെറിയൊരു അരുവി പോലെ കുറേ പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. അവിടെ വെള്ളം ഒഴുകുന്നതിൻ്റെ സൗണ്ടാണ്. ഒരു ചെറിയ റെസ്റ്റിന് ശേഷം വീണ്ടും യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. റോഡിൻ്റെ അവസ്ഥ വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മോശമാണ് റോഡ്. പല സ്ഥലത്തും നമുക്ക് ഡബിൾസ് വെച്ച് പോകാൻ വളരെ ബുദ്ധിമുട്ടെന്നല്ല, പോകാൻ പറ്റില്ല. ഇവിടെ കാണാൻ വലിയ നടന്നത് തിരിച്ചിറങ്ങാൻ എന്തോ പാടായിരിക്കും എന്നറിയോ? റോഡ് വളരെ മോശമാണേലും പക്ഷേ വളരെ കാഴ്ചയ്ക്ക് വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. കണ്ടില്ലേ, നല്ല മലകൾ, നീലാകാശം. നമ്മൾ അരിയൊക്കെ താഴെ കൊഴുകുന്നുണ്ട് കേട്ടോ.
ഇവർക്കൊന്ന് ആശുപത്രി പോകണമല്ലോ എന്തോ ആയിരിക്കും അവസ്ഥ. യാത്ര മക്കളെ ഒരു രക്ഷയില്ല. അവിടെ അമ്പലമൊക്കെ ഇരിക്കുന്നു. എവിടെ വണ്ടിരിക്കുന്നു? അവിടെ പോകണം കേട്ടോ. നമ്മുടെ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ് ഇരവിഴ പൂഞ്ചിറ. ഏകദേശം ഇത് ആ കാണുന്ന ഭാഗമാണ്. ഇവിടുന്ന് നോക്കിയാൽ ഒരു 350 മീറ്റർ ഇവിടുന്ന് നമുക്ക് തോന്നിക്കുന്നുണ്ട്. പക്ഷേ റോഡിൽ കൂടെ പോകുമ്പോൾ അറിയത്തില്ല. നമ്മുടെ റോഡിൻ്റെ അവസ്ഥയെല്ലാം കണ്ടല്ലോ. ഏതായാലും ഒന്ന് പോയി നോക്കാം. അവിടെയാണ് നമ്മുടെ വ്യൂ പോയിന്റ്. നമ്മൾ അവിടെ വരെയാണ് ഇപ്പോൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏതായാലും അവിടെ ചെന്നിട്ട് നോക്കാം. വഴിയൊക്കെ വളരെ മോശമാണ്. അതാണ് വ്യൂ പോയിന്റ്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഇപ്പം നമ്മൾ അവിടെ വരെ പോകണമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് അടിപൊളി സ്ഥലം, അടിപൊളി. ഇപ്പോൾ സമയം ഏകദേശം 9:15 അടുപ്പിച്ചായിട്ടുണ്ട്. ഇപ്പോഴും ഇവിടുത്തെ ഈ മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് നല്ല കോട കാണാൻ പറ്റും. ഈ വശമൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. നമ്മൾ വന്ന വഴിയാണ് വേണ്ടത്. അവസാനം എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യ സ്ഥലത്ത്. ഇവിടെ ഇന്ന് നോക്കിയാൽ 4 പാടും പച്ചപ്പ്, കുന്ന മലകളാണ്. എത്ര മനോഹരമായ ദൃശ്യം. ഈ കൊറോണ സമയം ആയതുകൊണ്ടാണോ അതോ എന്തുകൊണ്ടോ ഇവിടെ അങ്ങനെ വലിയ ഒത്തിരി സഞ്ചാരികളൊന്നുമില്ല. അങ്ങനെ ജനം തിങ്ങിപ്പാർക്കുന്ന സ്ഥലമൊന്നുമില്ല. അങ്ങിങ്ങ് ഒറ്റപ്പെട്ട ചില വീടുകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഇലവീഴ പൂഞ്ചിറ എത്തിയിരിക്കുകയാണ്. സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ കൊറോണ കാരണം തൽക്കാലം ആൾക്കാരൊന്നും വരുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള യാത്രയാണ് അതിൽ ഏറ്റവും ഭംഗി. അസാധ്യം ഡ്രൈവ് ചെയ്യണം. റോഡ് ഭയങ്കര മോശമാണ്. അതുപോലെ തന്നെ വരുന്നവരെല്ലാവരും സേഫായിട്ട് വരിക. ഇപ്പം നമ്മൾ എത്തി ഏകദേശം. നമ്മളിപ്പോൾ വ്യൂ പോയിൻ്റാണ്. ഇവിടുന്ന് നല്ല മലകളും നല്ല കാഴ്ചകളൊക്കെ എത്താം. ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇതിലും കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റിയൊരു പോയിന്റ് കൂടെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാണ്. അതേപോലെ തന്നെ ഇവിടെ വന്നപ്പം വേറെ അറിഞ്ഞൊരു കാര്യം, നമ്മൾ ഈ കാണുന്ന എൻ്റെ ഇടത്തുവശം അത് ഇടുക്കി ജില്ലയും ഈ മലയുടെ വലത്തുവശം, അതായത് എൻ്റെ വലത്തുവശം അത് കോട്ടയം ജില്ലയും. അങ്ങനെയാണ് ഇപ്പം നമ്മുടെ ഇവിടുത്തെ ആ ജീപ്പ് ഡ്രൈവർ ആ ചേട്ടൻ പറഞ്ഞാണ്. കോട്ടയം ജില്ലയുടെ വയർലെസ് സെൻ്ററാണിത്. അവിടെ നിന്നാലേ മലങ്കര ഡാമിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയുമെന്നാണ് അറിഞ്ഞത്. നമ്മളൊക്കെ അതിൽ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഏകദേശം ഇലവീഴ പൂഞ്ചിറയിലേക്ക് ഇനി ഒരു 300 മീറ്ററോടെ കാണാം നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് അല്ലേ. നമുക്ക് അങ്ങോട്ട് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് വീണ്ടും വ്യൂ പോയിന്റുകൾ ഉണ്ടെന്ന്. അന്നേരം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് നോക്കുക.
നമ്മളങ്ങനെ ഇലവിഴപ്പൂഞ്ചിറയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ 4 പാടും മലകൾ, മഞ്ഞ്, ആകാശമൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്നൊരു ഫീലാണ്. പിന്നെ അതേപോലെ ഇവിടെ നിന്ന് നോക്കിയാൽ മലങ്കര ഡാമിലേക്ക് വെള്ളം ഒഴുകി എത്തുന്ന ചില ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് താഴെയാണ്, ചെറിയ രീതിയിൽ നമുക്കത് കാണാൻ പറ്റും ഇവിടെ നിന്ന് നോക്കിയാൽ. നാളെ മുതൽ നമുക്കറിയാം കേരളം മുഴുവൻ 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ അതിനു മുമ്പ് ഞങ്ങൾ കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്തൊരു യാത്രയാണ് ഈ ഇലവിഴപ്പൂഞ്ചിറ. പ്രകൃതി നമ്മൾ ഇതുവരെയും കണ്ടതല്ല, അതിനപ്പുറം പലതും ഉണ്ടെന്ന് നമ്മളെ കാണിച്ചു തരുന്ന അതിമനോഹരമായ ഒരു പ്രദേശമാണ്, ഒരു കുന്നിൻ മുകളാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, ബൈ.